കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലപ്പുറത്തെ തിരുനാവായയിൽ നിളയുടെ തീരത്ത് മഖാമാഘം നടന്നത്. മഖാമാഘം നടന്നത് ജനം ചാനലും ഒരു പരിധിവരെ അമൃത ടി വി റേറ്റിങ്ങിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ചാനലല്ല, എങ്കിലും അമൃത ടി വി ഉണ്ടായിരുന്നു. ജനം ചാനൽ കുറച്ച് റേറ്റിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന ചാനൽ ജനം ചാനലും ഉണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലെ ചാനലുകൾ, ഡിജിറ്റൽ ചാനലുകളാണ് കൂടുതൽ അവിടുത്തെ വാർത്തകൾ ചെയ്തത്. എന്തായാലും ആദ്യത്തെ ദിവസം 12,000 10,000 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1000 അല്ല, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ പോയവർ പറയുന്നത്. അപ്പോൾ ആദ്യ ദിവസം എന്തായാലും കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയുള്ള ദിവസങ്ങളിൽ വലിയ തോതിലാണ് ആളുകൾ വന്നത്. അങ്ങനെ മഹാമാഘത്തിൽ ആളുകൾ വന്നപ്പോൾ ഒരു ചാനൽ ഇത് ചെയ്തില്ല. മാത്രമല്ല, കുംഭമേള നടന്നതിനെ അധിക്ഷേപിച്ചുകൊണ്ട് നേരത്തെ ചാനലുകളിൽ സിന്ധു സൂര്യകുമാറും അതുപോലെ നമ്മുടെ അരുണും, റിപ്പോർട്ടറിലെ അരുണും മറ്റൊരുപാട് ചാനലുകളിലെ ചേട്ടന്മാരെല്ലാം ചേച്ചിമാരും ഒക്കെ വളരെ മോശമായി, ഷാനി പ്രഭാരൻ പറയാതെ വയ്യ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള വീഡിയോസ് നേരത്തെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 2027 മഹാമാഘം ഉണ്ട്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന. അതിനേക്കാൾ പ്രധാനം 2028 വരാൻ പോകുന്ന മഹാമാഘത്തിന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എല്ലാ ചാനലുകൾക്കും പരസ്യം കൊടുക്കും, എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുക്കും. അതിനുള്ള സജ്ജമായ തയ്യാറെടുപ്പിലാണ് ഈ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിയും അതിൻ്റെ സംഘാടകരുമൊക്കെ. പരസ്യം കൊടുക്കാനുള്ളൊരു സാധ്യത കൂടി നോക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നോക്കിയാലുള്ള ഗുണം, ഈ അടുപ്പൂട്ടി ചാനൽ വരെ ഇതിനെ അവിടെ കുലുക്കി സർബത്ത് വിറ്റ് താർപ്പാളം കെട്ടി കുലുക്കി സർബത്തും വിൽക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞ ഒരു മീഡിയ കൊണ്ടടക്കം കാണേണ്ടത്, അവിടെ ഇന്നലെ ഒരു മുസൽമാൻ്റെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ടൗണിൽ നിന്നിട്ടാണ്, തിരുനാവായയുടെ തവന്നൂർ ടൗണിൽ നിന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട് ഇവിടെ അപ്പുറത്താണ്. ഇവിടെ ആദ്യ ദിവസം ഇത് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭീതിയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ വീട്ടിനൊക്കെ എന്ത് സമൂഹം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, വല്ല കുഴപ്പം വരുമെന്ന്. പക്ഷേ ഇപ്പോൾ പറയുന്നു, അടുത്ത വർഷം അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ മഹാമാഘങ്ങളും കുംഭമേളകളും നടക്കട്ടെ. അടുത്ത വർഷം ഞങ്ങൾ സംഘാടക സമിതിയിൽ കാണും. ഞാനല്ല പറയുന്നത്, അവിടുത്തെ മുസ്ലിം സഹോദരനാണ് പറയുന്നത്, മുസ്ലിം സഹോദരങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ സംഘാടക സമിതിയിൽ കാണും. കാരണം അവർക്ക് ഇതിൻ്റെ വ്യാപാര സാധ്യതയും ആളുകൾ വരുമ്പോൾ ആ പ്രദേശത്തിന് കിട്ടുന്ന ഹൈപ്പും എല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് കുറച്ചും ഇപ്പോൾ ചാനലുകൾക്കും പത്രങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അവസാനം അവരവിടെ പോയി. അവസാനം ലാസ്റ്റ് സ്പേസിൽ ഈ നാഗാ സന്യാസിമാർ 1008 പേരൊക്കെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇവർ കുറച്ച് പേരവിടെ പോയി, ചാനലുകൾ. പക്ഷേ സാധാരണ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്ത് വിട്ടു. എന്നിട്ട് ചാനലുകൾ കൊടുത്തു, അവിടെ ഇവിടെ നിന്നൊക്കെ കൊടുത്തു. പക്ഷേ ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ആളുകൾ കൈകാര്യം ചെയ്തു ഈ ചാനലുകളെ. അപ്പോൾ അതെല്ലാം വച്ചുകൊണ്ട് ചാനലുകളും കുറേ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. എന്തായാലും 28 മഹാമാഘം അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് സമാനമായ വളരെ വിപുലമായ 45 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ മേളയാണ് അവിടെ വരാൻ പോകുന്നത്. ആരതിയാണ് വരാൻ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും പരസ്യം കൊടുത്താൽ, നക്കാപ്പിച്ച പരസ്യമാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കുറ്റം പറയും. ഇത് നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, നരേന്ദ്രമോദിയുടെ സ്ട്രിപ്പ്, മോഡിയുടെ പരസ്യം വെച്ചിട്ടുള്ള ഈ റിബൺ പോലുള്ള സ്ട്രിപ്പുകൾ ഇടും. ഈ നമ്മുടെ വാർത്ത ഒക്കെ വായിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇടും, ന്യൂസിൻ്റെ ഇടയ്ക്ക് ഇടും. ഇട്ടിട്ട് മോദിയെ തെറി പറയും. അങ്ങനെ പരസ്യം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള നിലയിൽ നിൽക്കുന്നു. അങ്ങനെ പരസ്യം കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇപ്പം നടന്ന മഹാമാഘം പരിപാടിയിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ തിരിഞ്ഞു നിന്നു എന്ന് മാത്രമല്ല, 140 MLA-മാരും തിരിഞ്ഞു നിന്നു. തവന്നൂരിലെ MLA അവിടെ പോയോ എന്ന് നമുക്കറിയില്ല. മലപ്പുറം കളക്ടർ കയറി തിരിഞ്ഞു നിന്നു. കളക്ടർക്ക് അവിടെ പോകേണ്ടതല്ലേ, മാസല്ലേ വന്നത്, ഇത്രയും വലിയ ജനക്കൂട്ടം വരുന്ന സ്ഥലമല്ലേ. അതേ നിളാരതി കാണാനൊന്നും പോണ്ട കളക്ടർ അവിടെയുള്ള. പക്ഷേ ഈ സംവിധാനങ്ങൾ ഇത്രയും വരുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കിയോ എന്ന് സംഘാടകരോട് ചോദിച്ച് ആവശ്യമായ ലാൻഡ് ഓർഡറും മറ്റു കാര്യങ്ങൾ കുറേ പോലീസുകാരെ കൊടുത്തു കാണും. പക്ഷെ അല്ലാതെ ലാൻഡ് ഓർഡറെ കൊടുക്കണ്ടേ? അവിടെ ക്ലീനിങ് ഹരിതകർമ്മസേനയാണ് ചെയ്തത്. അവിടുത്തെ ഹരിതകർമ്മസേനയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ അത്. സേവാഭാരതിയുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുപരിയായി കേരള സർക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. കേരള സർക്കാരും തിരിഞ്ഞു നോക്കിയില്ല, രാഷ്ട്രീയ പാർട്ടികൾ തിരിഞ്ഞു നോക്കിയില്ല, NSSും SNDPയുടെയും നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല. അണികൾ ഒരുപാട് പോയി, അതിൻ്റെ അംഗങ്ങൾ ലക്ഷക്കണക്കിന് അവിടെ പോയി. പക്ഷേ നേതാക്കളാരും തിരിഞ്ഞു നോക്കിയില്ല. സംഭവിച്ചത് എന്താണ്? ഇതെല്ലാം കൂടി അവസാനം ഇതിൻ്റെ ഗുണഭോക്താക്കളായി വന്നത് സംഘപരിവാറും സേവാഭാരതിയും മാതാമൃത ആശ്രമവും അതുപോലെ തന്നെ ആനന്ദവനം ഭാരതി സ്വാമിയും. അങ്ങനെ അവർ ഇതിൻ്റെ പ്രയോജകരായി വരികയും ഗവൺമെൻറ് മാപ്പ് സാക്ഷിയായി ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. അത് വേണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല നടത്തി കൊടുക്കുന്നില്ലേ ഗവൺമെൻറ്? അതിനുവേണ്ടി മീറ്റിംഗ് വിളിക്കുന്നില്ലേ?
ശബരിമലയ്ക്ക് വേണ്ടി മീറ്റിംഗ് വിളിക്കുന്നില്ലേ? പക്ഷേ തിരുനാവായിലെ മേളയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ഗവൺമെൻറ് ഒരു കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി? നിങ്ങൾ കാര്യങ്ങൾ ചെയ്തില്ല. ചെയ്യാതിരുന്നത് വേറൊന്നുമല്ല, മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ 4 വോട്ട് കിട്ടാതിരിക്കുമോ എന്നുള്ള ഒരു മുസ്ലിം പ്രീണനം കൂടി മനസ്സിൽ നിങ്ങൾ കണ്ടു. പക്ഷേ മുസ്ലിങ്ങൾ അവർ അന്തസ്സുള്ളവരും ആത്മാഭിമാനമുള്ളവരും അവർ ഡീസൻ്റായി മേളയോടൊപ്പം നിൽക്കുന്നു. എത്ര വൈരുദ്ധ്യമാണ്, വിധിയുടെ വൈപരീത്യമാണ്, കാലത്തിൻ്റെ കാവ്യനീതിയാണ് അവിടെ നടക്കുന്നത്. ഗവൺമെൻറ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ പോയി സഹായിച്ചാൽ മുസ്ലിങ്ങൾ എന്ത് വിചാരിക്കും, അങ്ങനെ നമുക്ക് വോട്ട് കുറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് മാറി നിൽക്കുന്നു, കളക്ടറടക്കം മാറി നിൽക്കുന്നു. അതേസമയം അവിടുത്തെ സാധാരണ ജനങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ ഇതിനെല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നു. എത്ര രസകരമായിരിക്കുന്നു നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അതിപ്പോൾ സിന്ധു സൂര്യകുമാറായാലും പിന്നെ നമ്മുടെ സ്മൃതി പരുത്തിക്കാടായാലും സുജിയ പാർവതി ആയാലും ഹാഷ്മി ആയാലും എല്ലാവരും, വിജയകുമാറായാലും അരുണായാലും ഏത് ചാനലിലെ ഷാനി പ്രഭാകരനായാലും മനസ്സിലാക്കുക, സ്പിരിച്വാലിറ്റിയെ, ആത്മീയതയെ, സനാതന ധർമ്മത്തെ ഒരു മനുഷ്യനും കൊല വിളിക്കാൻ കഴിയില്ല. അത് എത്രത്തോളം ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമോ അത്രത്തോളം അത് ഉയർത്തെഴുന്നേൽക്കും. യേശു 3-ാം ദിവസം എഴുന്നേറ്റു എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ സത്യം ആണ് യേശു, സത്യമാണല്ലോ, സത്യം ആളാണല്ലോ. ബാക്കി എല്ലാം നിൽക്കട്ടെ, മതവും ജാതിയൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം എന്ന് യൂദാസ് അവസാനം യൂദാസിൻ്റെ കഥകൾ വരുന്നു. അതുപോലെ തന്നെ പിന്നെ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് യേശുവിനോട്, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഞാൻ സത്യം പറയാനാണ്, സത്യത്തിൻ്റെ പ്രഘോഷകനായിട്ടാണ് വന്നത്. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സത്യം എവിടെ ഇരിക്കുന്നു ചോദിച്ചപ്പോൾ യേശു മൗനം കാണിക്കുന്നുണ്ട്. യേശുവിനറിയാം ഉള്ളത് എന്ന് പറയുന്നതാണ് സത്യം. പക്ഷേ ആ യേശുവിൻ്റെ മൗനം യേശുവിന് കിട്ടിയത് മരണത്തിൻ്റെ കുരിശാണെങ്കിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം. ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയുമോ? ലോകത്താര് വിചാരിച്ചാലും കഴിയുമോ? കാരണം മാനവരാശിയുടെ വിമോചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. അതിനെ നിങ്ങൾ ജാതിയുടെ, മതത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരത്തിൻ്റെ, അനാവശ്യമായ കെട്ടുപാടുകളുടെ, പിന്നെ തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ ചാലുകളിൽ കൊണ്ട് കെട്ടിയ മനുഷ്യരെ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് നന്മ കാണാതിരിക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് തിരുനാവായിൽ നടന്നത്. 2028 നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്യം കിട്ടും, പേടിക്കേണ്ട. ആ പരസ്യം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയി മറ്റേ കുറ്റിയും കോലുമായിട്ട് പോയി നന്നായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം.